വൈക്കം നഗരസഭയുടെ 8-ാം വാർഡിൽ നിന്നും അനിൽ മങ്ങാടൻ ജനവിധി തേടുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അനിൽ മങ്ങാടൻ യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം സെക്രട്ടറിയായിരുന്നു. ജനകീയ വിഷയങ്ങളിൽ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ സൗമ്യനായി ഇടപെടുന്ന അനിൽ മങ്ങാടൻ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനാണ്. 8-ാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചെണ്ടയടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അനിൽ മങ്ങാടൻ. വൈക്കം നഗരസഭയുടെ 8-ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അനിൽ മങ്ങാടിന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അനിൽ മങ്ങാടിൻ്റെ വിജയം ഏറ്റവും സുനിശ്ചിതമാക്കുന്നത് നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിരവധി നല്ല കാര്യങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള അനിൽ മങ്ങാടൻ വികസന പ്രവർത്തനങ്ങൾക്ക് സജീവമായി നേതൃത്വം നൽകാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ്. അനിൽ മങ്ങാടിൻ്റെ നേതൃത്വത്തിൽ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ പാതയിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാന്യനായ മന്ത്രി ശ്രീ P. ജോസഫ് സാറിൻ്റെ സഹായത്തോടെ രൂപയുടെ കുടിവെള്ള പദ്ധതി ഈ വാർഡിൽ തന്നെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇരട്ടി ശോഭയോടെ അടുത്ത 3-4 മാസത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന UDF സർക്കാർ ആ UDF സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അനിൽ മങ്ങാടിനെ വിജയിപ്പിച്ചാൽ UDF ഗവൺമെൻറ് ഏറ്റവും വലിയ പരിഗണന ഈ വാർഡിന് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധി നല്ല കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുടെ ചെറുപ്പക്കാരൻ്റെ നിലയിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ജാതിമത കാഴ്ചപ്പാടുകൾക്ക് അതീതമായി എല്ലാവരും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ പ്രിയങ്കരനായ ശ്രീ അനിൽ മങ്ങാടിനെ നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വികസന പാതയിൽ ഞങ്ങളുടെ എല്ലാം ശക്തമായ പിന്തുണ അനിലിൻ്റെ കൂടെയുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. ഒറ്റക്കെട്ടായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് അനിൽ മങ്ങാടിനെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ചെണ്ട അടയാളത്തിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി UDF സാരഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൈക്കം മുനിസിപ്പാലിറ്റി 8-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചെണ്ടയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാർഡിലുണ്ടായ വികസന മുന്നെടുപ്പ് ഞാൻ വിജയിച്ചു വന്നാൽ മാറ്റിയെടുക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നും എപ്പോഴും നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ ഏത് സമയത്തും ഞാൻ ഉണ്ടാകും. വൈക്കം നഗരസഭ 8-ാം വാർഡിൽ മത്സരിക്കുന്ന അനിൽ മങ്ങാടൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗമായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നിയോജകമണ്ഡലം സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. UDFിന്റെ പ്രതിനിധിയായി 8-ാം വാർഡിൽ നിന്നും അനിൽ മങ്ങാടൻ വിജയിച്ചു കഴിഞ്ഞാൽ വൈക്കം നഗരസഭ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ വൻ വികസന പദ്ധതികൾ 8-ാം വാർഡിൽ നടപ്പാക്കും എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അനിൽ മങ്ങാടനെ വിജയിപ്പിച്ച് അദ്ദേഹത്തെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന്, അതുവഴി 8-ാം വാർഡിനെ പ്രതികരിക്കുമ്പോൾ 8-ാം വാർഡിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ ഏവരോട് വളരെ വിനയ പുരസ്പരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ടീം വൈക്കം വിഷൻ.